അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, കേരളം പോലൊരു സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങൾ കാരണം നടക്കുന്ന കൊലപാതകങ്ങളുടെ കണക്കുകൾ ഏറുകയാണ്. ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപാട് സംഭവങ്ങളായി. ഈ കേസിൽ അത്തരമൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും ഈ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയായ കഥ, അവിടെ മക്കൾ കാണിച്ചു കൂട്ടിയ കാര്യം, പിന്നീട് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ ആകുമെന്നുള്ള രീതിയിൽ തന്നെ, തീർത്ഥാടന കേന്ദ്രമാകുമെന്നുള്ള രീതിയിൽ ആ മക്കൾ പറഞ്ഞതൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. ഇന്നിപ്പോൾ ബാലരാമപുരത്ത് ഇത് കേൾക്കുന്നു. നെന്മാറയിൽ കഴിഞ്ഞ ദിവസം അവിടെ ചെന്താമര എന്ന വ്യക്തി അയാളെ സ്വയം കടുവയായി കാണുകയാണ്. അദ്ദേഹം കൊല നടത്താൻ കാരണമായി പറയുന്നത് മുടി നീട്ടിയ സ്ത്രീയാണ് കുടുംബത്തിന് പ്രശ്നമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കേസുകൾ ഒരേ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇലന്തൂർ നരബലിക്ക് ശേഷം വീണ്ടും ഈ അന്ധവിശ്വാസ നിരോധന ബിൽ എന്നുള്ള ആവശ്യം ശക്തമായി വന്നിരുന്നു. പക്ഷേ പിന്നീട് അതങ്ങ് മുങ്ങിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു ബിൽ പാസ്സാക്കാൻ കഴിയാത്തത് എന്നുള്ള വലിയ വിഷയമല്ലേ? തീർച്ചയായും. ഇന്നിപ്പോൾ നമ്മളുടെ ചർച്ചയ്ക്ക് ആസ്പദമായി വന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സംഭവം നടന്നിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അതിൻ്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ ക്രൈമിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അതിൻ്റെ മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ എവിഡൻസസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടുന്ന തെളിവുകൾ, അതിൻ്റെ ഫോറൻസിക് പരിശോധന, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സോ ഇറ്റ് വുഡ് ബി സോ ഏർലി ടു ജമ്പ് ഇൻ ടു എ കൺക്ലൂഷൻ ആ പർട്ടിക്കുലർ കേസിനെ സംബന്ധിച്ച്. പക്ഷേ അത് ഉള്ളപ്പോഴും അതിലെ ആരാണ് പ്രതി, ആര് പ്രതിയല്ല എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് കുറച്ച് സാഹസമായിരിക്കും ഇപ്പോൾ തന്നെ. പക്ഷേ അത് മറ്റൊരു രീതിയിൽ അതിൻ്റെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ ഇവിടെ സ്മൃതി പറഞ്ഞതുപോലെ ഇലന്തൂരിൽ നിന്നും ഈ പാലക്കാട്ടെ ചെന്താമരയിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ദിവ്യനിലേക്കും ഒക്കെ എത്തുന്നതിൽ നമ്മൾ കാണുന്ന പൊതുവായൊരു ഘടകം എന്ന് പറയുന്നത്, കേരളം പോലെ ഒരു ആധുനിക ജനാധിപത്യ സമൂഹമായി മുന്നോട്ട് പോകുന്നു. ഞാനത് കുറച്ച് ഊന്നി പറയുന്നത്, മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ ധരിക്കുന്ന ഒരു സമൂഹം വാസ്തവത്തിൽ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ നിർഭാഗ്യകരമായ, സന്ദേഹഭരിതമായ ഒരു അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ പറഞ്ഞ ഈ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നിരോധിക്കുന്നതിനുള്ള, അത് തടയുന്നതിനുള്ള ഒരു ബിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ അവതരിപ്പിച്ച് അത് ഒരു ബില്ല്, അതൊരു നിയമമാക്കാൻ നമുക്ക് കഴിയാത്തത് എന്നുള്ളതിൻ്റെ ഒരു ദുരന്ത സമാനമായ സാഹചര്യം കൂടിയാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഇത് ഒരു സാമൂഹ്യമായ, രാഷ്ട്രീയമായ ഒരു സാമൂഹ്യ ഘടനയിൽ ഉൾച്ചേർന്നിട്ടുള്ള വലിയ പ്രശ്നം കൂടിയാണിത്. അത് പ്രധാനമായും എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ, സാമൂഹ്യമായ ഒരു വിമോചന സ്വഭാവമുള്ള മനുഷ്യനെ ഒരു ആധുനിക മനുഷ്യനാക്കുന്ന ഒരു ജ്ഞാന സമൂഹത്തിൻ്റെയും ഒരു നവോത്ഥാന പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിൻ്റെയും എല്ലാ വിധത്തിലുള്ള ചരിത്രപരമായ ആരോഗ്യവും നമുക്ക് നഷ്ടപ്പെടുകയും തീർത്തും സാമൂഹ്യ ബന്ധങ്ങളുടെയും സാമൂഹ്യമായ കൂട്ടിപ്പിടുത്തങ്ങളുടെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും ഇല്ലാതായ ഒരു സമൂഹമായി നമ്മൾ മാറുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള ചെറുതു മുതൽ വലുതുവരെയുള്ള ഏത് അന്ധവിശ്വാസ പ്രചാരകർക്കും വളരെ സുഗമമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, സുഗമമായി തട്ടിപ്പ് നടത്താൻ കഴിയുന്ന ഒരു സ്ഥലം, അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി നമ്മൾ മാറുന്നു. ഇപ്പോൾ ഈ ഗോപൻ, നെയ്യാറ്റിൻകരയിൽ സമാധിയായ എന്നൊക്കെ അവകാശപ്പെട്ട ഗോപൻ്റെ വിഷയം നോക്കൂ. ഗോപൻ ഒരു ഇഞ്ചിനാണ്, നമ്മൾ പറയുന്ന പോലെ, നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു ഇഞ്ചക്കാണ് ഗോപൻ സ്വാമിയോ ആകണോ, ഗോപനായി തന്നെ തുടരണോ എന്നുള്ളത് കേരളം ചർച്ച ചെയ്ത്. മാധ്യമങ്ങളൊക്കെ ഗോപൻ സ്വാമി എന്ന് വിളിച്ചാലാണോ ശരിയാവുക, ഗോപൻ എന്ന് വിളിച്ചാലാണോ ശരിയാവുക, അയാൾ മരിച്ചു എന്ന് പറഞ്ഞാലാണോ ശരിയാവുക, അയാൾ സമാധിയാണോ എന്ന് പറഞ്ഞാലാണോ ശരിയാവുക എന്നുള്ള ഒരു സന്ദേഹത്തിലായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ മുതൽ, രാഷ്ട്രീയ കക്ഷികൾ മുതൽ, മാധ്യമങ്ങൾ വരെ ഉള്ള നീണ്ടുകിടക്കുന്ന നമ്മളുടെ സാമൂഹ്യ ഘടനയിലെ സാമൂഹ്യ അധികാരമുള്ള ഓരോ സ്ഥാപനവും അന്ധവിശ്വാസങ്ങളോടും ദുരാചാരങ്ങളോടും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നറിയാതെ ഇരുട്ടിൽ തപ്പി നിൽക്കുകയും അത്തരം ആളുകളെ തങ്ങളുടെ ഒരു സാമൂഹ്യ സ്വാധീനത്തിനകത്ത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ അത്തരം ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളെടുത്ത് നോക്കി, ഇത് ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ നമ്മൾ അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും ഇത്തരം സോർസറീസും ഒക്കെ നിരോധിക്കുന്നതിനുള്ള ബില്ലുകൾ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 2014 രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്നതെന്ന് തോന്നുന്നു. അന്ന് 2014 ADGP ഹേമചന്ദ്രൻ ഇങ്ങനെ പലരുമായിട്ടും കൺസൾട്ടേഷൻ നടത്തി ഇതിനുള്ള ഒരു ബില്ലിനുള്ള ശുപാർശ
അടങ്ങുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ അത് നിയമമായില്ല. 2018 PT തോമസ് സ്വകാര്യ ബില്ല് എന്നുള്ള രീതിയിൽ 2018 നിയമസഭയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു. ഒരു സ്വകാര്യ ബില്ല് എന്നുള്ള നിലയിൽ കൊണ്ടുവന്നതിൽ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും പങ്കെടുത്ത ആളുകൾ അതിനെ അനുകൂലിച്ചിട്ട് പോലും ആ ബില്ല് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത് സർക്കാരിൻ്റെ തന്നെ മറ്റ് ഔദ്യോഗിക ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കാനുള്ള പരിപാടികൾ ഉണ്ടായില്ല. 2019 നിയമപരിഷ്കാര കമ്മീഷൻ KT തോമസ് അധ്യക്ഷനായിട്ടുള്ള നിയമപരിഷ്കാര കമ്മീഷൻ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു, ബില്ല് കൊണ്ടുവന്നു. അതും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. 2021 KD പ്രസേനൻ എന്ന് പറഞ്ഞ MLA വാസ്തവത്തിൽ വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു നീക്കമായി സമഗ്രമായൊരു ബില്ലായിരുന്നു. അത് വളരെ സമഗ്രമായൊരു ബില്ലായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഒരു MLA അവതരിപ്പിക്കാത്ത രീതിയിലുള്ളൊരു ബില്ല്, അത്തരത്തിൽ സമഗ്രമായൊരു ബില്ലാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് KD പ്രസേനൻ അവതരിപ്പിച്ചത്. പക്ഷേ ആ ബില്ലും എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തി പുലർത്തിക്കൊണ്ട് പാസ്സാക്കി ഒരു നിയമമാക്കി എടുക്കാൻ കഴിഞ്ഞില്ല. ഭരിക്കുമ്പോഴായാലും LDF ഭരിക്കുമ്പോഴായാലും ഈ വിഷയം സഭയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ സഭയിൽ പരസ്യമായി തന്നെ അത് കൊണ്ടുവരണം എന്നാണ് ഭൂരിഭാഗവും ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നത്. പക്ഷേ അതിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ പ്രതികരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന രൂപത്തിൽ പ്രതികരണങ്ങൾ വരുന്നു. ആ പഠനം എന്താണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്? യഥാർത്ഥത്തിൽ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിച്ച് പറയാൻ ധൈര്യക്കുറവുണ്ടോ? ഇത് അന്ധവിശ്വാസമാണെന്ന് ഉറച്ചു പറയാൻ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഭയപ്പാട്, അതൊരു വോട്ട് ബാങ്ക് ആകുമ്പോൾ അത് ആ രൂപത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ള തെറ്റായ ഒരു ധാരണപ്പുറത്താണോ താങ്കൾ ഈ ഗോപൻ്റെ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഈ സമാധി വിഷയം തന്നെ കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ്. അങ്ങനെ ഒരാൾക്ക് സ്വയം സമാധിയാകാൻ പറ്റുമോ എന്നും മക്കളത് സമാധിയിരുത്തി അതിൽ ഡോക്ടർ പോലും ആ മരണം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമടക്കം മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ആ മക്കൾ വല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു. അതിൽ ആ നാട്ടുകാരെടുത്ത നിലപാടും പ്രധാനമാണല്ലോ. അങ്ങനെ ഒരു സമാധി അങ്ങനെ സാധ്യമല്ല എന്ന് ആ നാട്ടുകാർ പറയുന്നു. ഇതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ രൂപത്തിൽ അതിനെ നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒരു സമാധിയായിട്ടും അതിനെ പിന്നീട് ഒരു തീർത്ഥാടന കേന്ദ്രമാകുന്നതിനെ എതിർക്കുന്ന രൂപത്തിൽ കൃത്യമായ അവിടുത്തെ ജനം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രോഗ്രസീവായ പോസിറ്റീവായ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്, മാധ്യമങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഗോപൻ സ്വാമി എന്ന് വിളിക്കണോ അതോ ഗോപൻ എന്ന് വിളിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നാലും ആ വാർത്താ രൂപത്തിലെത്തി കൊണ്ടുവന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം പുറത്തുണ്ട്. പിന്നെ എന്താണ് സർക്കാരിന് പേടി? രവീന്ദ്ര ധബോൾക്കർ മരിച്ച് 2ാമത്തെ ദിവസമായപ്പോഴേക്കും അവിടെ നിയമം കൊണ്ടുവരാൻ മഹാരാഷ്ട്രയ്ക്ക് സാധിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട രവീന്ദ്ര ധബോൾക്കറിൻ്റെ മരണശേഷം അന്ധവിശ്വാസ വിരുദ്ധ ബില്ല് കൊണ്ടുവരാൻ മഹാരാഷ്ട്രയ്ക്ക് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് പറ്റുന്നില്ല? തീർച്ചയായും ഇപ്പോൾ മാധ്യമങ്ങളുടെ ഇത് എന്ന് പറയുന്നത് ഈ ഗോപൻ അദ്ദേഹം മരിച്ച ആ വിഷയത്തിൽ മാത്രമായിട്ടല്ല നിൽക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം ഇതിൽ ഞാൻ മാധ്യമങ്ങളെ മാത്രമായിട്ടൊന്നും പറയുന്നില്ല. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതിപ്പോൾ സ്ഥിരം ഒരു ഫാഷനാണല്ലോ, മാപ്രാവിളികളും ആക്രമണങ്ങളും ഒക്കെ. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം മാത്രമാണ് മാധ്യമങ്ങൾ. രാഷ്ട്രീയ കക്ഷികളുടെ പരിപാടികളൊക്കെ വിശുദ്ധവും അവിടുന്ന് മാധ്യമങ്ങളിലെത്തുമ്പോൾ മാത്രം എന്തോ നിലവാര തകർച്ചയും എന്നൊന്നുമുള്ള ഒരു നിരക്ഷര രാഷ്ട്രീയ വായന, സാമൂഹ്യ വായന നടത്താൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ വെച്ച് നമുക്ക് തുടർന്ന് പറയാം. ഈ വിശ്വാസവും അന്ധവിശ്വാസവും എന്നുള്ളത് തന്നെ വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസമാണ്. അങ്ങനെ ഈ ഇപ്പോൾ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരം ഒരു ചർച്ചയായതുകൊണ്ട് അത് മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതായത് മുകളിലിരുന്ന ഒരാൾ ഇങ്ങനെ മണ്ണൊക്കെ ഒഴിച്ച് ഊതിയ ആളുകളെ ഉണ്ടാക്കിയെന്നും ഭൂമി ഉണ്ടാക്കിയെന്നും അത് കയ്യിലിട്ട് തിരിക്കുന്നുവെന്നും നമ്മുടെയൊക്കെ വീടുകളിൽ രാത്രി ആളുകൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്നും ആളുകളുടെ വസ്ത്രം ധരിക്കുന്നോ, കൈ പുറത്ത് കാണുന്നോ, കണ്ണ് പുറത്ത് കാണുന്നോ, അല്ലെങ്കിൽ ആർത്തവ പ്രായത്തിലുള്ള സ്ത്രീകൾ മല കയറുന്നോ എന്നൊക്കെ നോക്കാനിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ആ ദൈവത്തിന് എന്തും ചെയ്യാം. അതിലും വലിയൊരു അന്ധവിശ്വാസം വേറെ ഇല്ലല്ലോ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിലേക്കുള്ള ദേശീയപാത തുറന്നു കിട്ടിയെന്നാണ് അർത്ഥം. അതവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും ഇനി ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും വ്യക്തികളെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ നേരിട്ടുള്ള ഇരകളാക്കുകയും ചെയ്യുന്ന, യുക്തിസഹമായി ജീവിക്കാൻ കഴിയുന്ന, വ്യക്തി ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ ജീവിതത്തെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ദുരാചാരങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിരോധന നിയമം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരേണ്ടത്. ഇത് നോക്കൂ, കേരളം പോലെ
പൊയ്കൈ അപ്പച്ചൻ മുതൽ ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആളുകൾ, നവോത്ഥാന നായകന്മാർ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന അത്തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം നേരിട്ടേറ്റുമുട്ടിയ ഒന്നാണ് ഈ അന്ധവിശ്വാസങ്ങളുമായിട്ടുള്ളത്. അവർ ദൈവവിശ്വാസികളൊക്കെ ആയിരുന്നു. ഇത്തരത്തിലുള്ള പ്രകടമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളുമായിട്ട്. അപ്പോൾ ഈ നിയമം നിലനിൽക്കുന്ന എവിടെയാണ്? നമ്മൾ ഇന്നും വലിയ പിന്നാക്കം കിടക്കുന്നു എന്ന് പറയുന്ന വാസ്തവത്തിൽ തന്നെ സാമൂഹ്യമായി കേരളത്തിൻ്റെ അത്ര മറ്റു പല രീതികളിലും മുന്നോക്കമല്ലാത്ത സംസ്ഥാനങ്ങളായ ബീഹാറിലും ഒഡീഷയിലും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഒക്കെയാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിരോധന നിയമം ഒരു തരത്തിലുള്ളത്. അത് നടപ്പാക്കുന്നതൊക്കെ വളരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പിന്നിലാണ് എങ്കിൽ പോലും എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് മാധ്യമങ്ങളിൽ മാത്രമായിട്ട് നിൽക്കുന്നതല്ല. നമ്മൾ ശബരിമല സീസൺ തുടങ്ങിയ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വാർത്തകളിലെ ഒരു സെക്ഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നോമ്പിനെ കുറിച്ചായാലും. അതായത് മതബദ്ധമായൊരു ജീവിതത്തെ, മതവിശ്വാസത്തെ, ഇത്തരം മന്ത്രിച്ചു കെട്ടലിനെ, ഊതിച്ചു കെട്ടലിനെ, ഇത്തരം കാര്യങ്ങളെയൊക്കെ സ്വാഭാവികവൽക്കരിക്കുക, മതബദ്ധമായൊരു ജീവിതത്തെ സ്വാഭാവികവൽക്കരിക്കുകയും മതേതരമായ സെക്യുലറായ ആധുനികമായൊരു ജനാധിപത്യ ജീവിതത്തെ രണ്ടാം തരമാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇതിൻ്റെ ഇടയിലൂടെ നടന്നു വരികയാണ്. അതിന് മുൻകൈ കെട്ടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടി ഈ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ചെങ്കോലെടുത്തൊരു പ്രധാനമന്ത്രി പൂജാരിമാരെ വെച്ച് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നടത്തുകയും രാമക്ഷേത്രത്തിന് പോവുകയും ഇതാണ് ഇന്ത്യയുടെ പുതിയ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിൽ ഒരു പിന്തിരിപ്പനായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയോടൊപ്പം ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ ഘടന കൂടി സൃഷ്ടിക്കപ്പെടുന്നു. മറ്റൊന്നു കൂടിയുണ്ട്. നമ്മൾ നോക്കൂ, വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിജയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും വ്യക്തിപരമായി ഒറ്റയൊറ്റയായ ക്രൈമുകളിൽ ഏർപ്പെടുന്നത് കൊണ്ടുമാണ് പലപ്പോഴും ഇത്തരമുള്ള ആളുകൾ പിടിക്കപ്പെടുകയും ഇത്തരമുള്ള ചർച്ചകൾ വരികയും ചെയ്യുന്നത്. ഇപ്പോൾ നേരിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആൾദൈവങ്ങളെ നോക്കൂ. ഈ ആൾദൈവങ്ങളെ കൂടി നിരോധിക്കാനുള്ളൊരു നിയമമാണ് പി ടി തോമസിന്റെ ബില്ലിൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ആൾദൈവങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വാമിമാരാകട്ടെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വളർത്തുന്ന തരം പരസ്യങ്ങൾ ഉൽപ്പന്നങ്ങളും ഒന്നും പത്രങ്ങളിൽ പരസ്യമായി കൊടുക്കരുത്. പക്ഷേ നമ്മളിപ്പോൾ പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ തരം പരസ്യങ്ങളാണ് കാണുന്നത്? തീർച്ചയായും. അല്ല, അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കൃപാസനം എന്ന് പറയുന്ന ഒരു പത്രം, ഇത് ചമ്മന്തിയാക്കി അരച്ചു കൊടുക്കുക. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ അവരുടെ മാനസികമായ ചില വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയുടെ അമ്മ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നത് കൃപാസനം അരച്ച് ചമ്മന്തിയാക്കിയിട്ട് എന്തോ കൊടുക്കുകയാണ്. ഇത് മാറുമെന്ന് കഴിച്ചിട്ട് അവർ മറ്റു മരുന്നുകൾ കഴിക്കാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതുകൊണ്ട് നോക്കൂ, ഈ വിദ്യാഭ്യാസമുണ്ട് എന്ന് നമ്മൾ പറയുന്ന മനുഷ്യർ പോലും, അതായത് നമ്മൾ റോക്കറ്റ് വിടുമ്പോഴും സാറ്റലൈറ്റ് വിടുമ്പോഴും അതിൽ നാരങ്ങ വെച്ചിട്ട് ഒരു കുറിയും വരച്ച് വിടുന്ന തരത്തിലുള്ള ശാസ്ത്രബോധമില്ലാത്ത സാങ്കേതിക വിദഗ്ധർ ഈ നയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മളുടെ. ശാസ്ത്രബോധവും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ, ഇടത് സർക്കാരാണല്ലോ, ഒരു നിയമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബിൽ പാസ്സാക്കാൻ എന്താണ് തടസ്സം? ഈ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ പല രൂപത്തിൽ നടക്കുന്നു. എന്താണ് തടസ്സം? അങ്ങനെ പാസ്സാക്കരുത് എന്ന് സർക്കാരിനെ ആരെങ്കിലും അങ്ങനെ ഭീഷണിപ്പെടുത്തുമോ? എന്താണ് ഭയക്കുന്നത്? അവർ ഭയക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നൊക്കെ പറയുന്ന മനോഹര പദമൊക്കെ മാറ്റിവെച്ചാൽ അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമില്ല, ഇടതുപക്ഷ ഭാവുകത്വവുമില്ല, ഇടതുപക്ഷ രാഷ്ട്രീയവുമില്ല. അതായത് നാളെ പോയി വോട്ട് കിട്ടുന്നതിന് വേണ്ടി അമൃതാനന്ദയുടെ അടുത്ത് പോയിട്ട് കാല് തൊട്ട് നിൽക്കുന്നതിന് എ കെ ബാലനും പ്രേമേന്ദ്രനും വരെ തയ്യാറായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ലാത്തതുകൊണ്ടാണ് മതാചാരങ്ങളെയും മതബദ്ധമായ ജീവിതക്രമങ്ങളെയും പോകട്ടെ ഇത്തരം അനാചാരങ്ങളെ വരെ നിരോധിക്കാനോ അതിനെ നിയന്ത്രിക്കാനോ കഴിയുന്ന ഒരു ബില്ല് പോലും നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ വരുന്നത്. വാസ്തവത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. എങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷം പോകട്ടെ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിലുള്ള ഒരു കോൺഗ്രസ് ദേശീയ മുന്നേറ്റം അടക്കം എങ്ങനെയാണ് ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്നത്? അത് നേരിട്ട് തന്നെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ അന്ധവിശ്വാസങ്ങളോടും വിശ്വാസക്രമങ്ങളോടും ദുരാചാരങ്ങളോടും ഒക്കെ മല്ലിട്ടുകൊണ്ടാണ് ഒരു നവോത്ഥാന കേരളത്തെ ഒരു അത്തരത്തിലുള്ള ഒരു സാമൂഹ്യമായി ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തെ, വ്യക്തികളുടെ ആധുനിക ബോധമുള്ള വ്യക്തികളുടെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചത്. ഇത്തരം ഒരു സമൂഹത്തിൽ മാത്രമാണ് നമുക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക, മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അല്ലെങ്കിൽ നോക്കൂ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യത, അതായത് ഇത്തരം അന്ധവിശ്വാസ പ്രചാരകർക്കും ശബരിമലയിൽ പോകുന്ന സ്ത്രീകളെ തേങ്ങയെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുന്നവർക്കും നമ്മളുടെ നാട്ടിലെ ചർച്ചകളിലും പൊതുസംവാദങ്ങളിലും കിട്ടുന്ന സ്വീകാര്യത
സ്വീകാര്യത, തികഞ്ഞ ജനാധിപത്യ വിരുദ്ധതയും അന്ധവിശ്വാസ പ്രചാരണവും കിട്ടുന്നവരുടെ മുമ്പിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വണങ്ങി നിൽക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു മതേതര രാഷ്ട്രീയവുമില്ല, ഇടതുപക്ഷ രാഷ്ട്രീയവുമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടൊരു പൗരസമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ കടുത്ത രാഷ്ട്രീയ സാമൂഹ്യമായ മുന്നേറ്റങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ദേവനന്ദ പോലുള്ള 2 വയസ്സുള്ള കുട്ടി മുതൽ 90 വയസ്സുള്ള മനുഷ്യൻ വരെ ഇതിന്റെ ഇരകളായിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി ഡോക്ടർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.